നമസ്കാരം. ഒരു പൊതു സിസ്റ്റത്തിലെ പുഴുക്കുത്തുകളെ തുറന്നു കാണിക്കുക, ജനകീയമല്ലാത്ത ജനദ്രോഹ നയങ്ങളെ ഉറക്കെ വിളിച്ചു പറയുക, അതും ഒരു ഗവൺമെന്റ് സർവീസിൽ ഇരുന്നു കൊണ്ട്. ആ ധൈര്യമാണ് ഉമേഷ് വള്ളിക്കുന്ന് എന്ന പോലീസുകാരൻ, അടൂർ പോലീസ് സ്റ്റേഷനിലെ കോഴിക്കോട് സ്വദേശിയായ ഉമേഷ് വള്ളിക്കുന്ന് കാണിച്ചത്. അദ്ദേഹം തീർച്ചയായിട്ടും വളരെ സധൈര്യം കാര്യങ്ങൾ തുറന്നു പറഞ്ഞ വ്യക്തിയാണ്. ധാരാളം മാധ്യമങ്ങളടക്കം, ഓൺലൈൻ മാധ്യമങ്ങളടക്കം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു 10 ഉമേഷുമാർ ഉണ്ടായിരുന്നെങ്കിൽ, വേറെ വേറെ ഓരോരോ ഡിപ്പാർട്ട്മെന്റുകളിലാണ് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. മാധ്യമങ്ങൾക്കെല്ലാം നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ DNA-യും തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ പിരിച്ചുവിടുന്ന നടപടി ഉണ്ടായ സമയത്ത്, അടുത്ത ദിവസങ്ങളിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഉറക്കെ പറയുന്ന സത്യങ്ങൾ, അദ്ദേഹം പറയുന്ന യാഥാർത്ഥ്യങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ആ കർമ്മധീരതയെ, ആ തൊഴിലിനെ പോലും വകവയ്ക്കാതെ അദ്ദേഹത്തെ വ്യക്തിപരമായി കൂടി അദ്ദേഹത്തെ അധിക്ഷേപിച്ചു, അദ്ദേഹത്തെ അപമാനിച്ചു ഒക്കെ നമ്മൾ കണ്ടതാണ്. നമ്മളത് വാർത്താ വിശകലനമായി നൽകുകയും ചെയ്തിരുന്നു. ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ശ്രീ ഉമേഷ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മാധ്യമങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പോരാട്ടം എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു ഉത്തരവാദിത്വം തുടരും. പിരിച്ചു വിടപ്പെട്ടാലും എന്ത് സംഭവിച്ചാലും അതിൽ നിന്നും മാറി നിൽക്കില്ല എന്നാണ് ഉമേഷ് പറയുന്നത്. തീർച്ചയായിട്ടും ഉമേഷിന്റെ പോസ്റ്റ് അല്പം നീണ്ട പോസ്റ്റാണ്, എന്നാലും അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. പ്രതീക്ഷിച്ചതിനേക്കാൾ 10-100 മടങ്ങ് പിന്തുണയും സ്നേഹവും പ്രാധാന്യവുമാണ് ചാനലുകളിൽ നിന്നും, ഓൺലൈൻ മീഡിയകളിൽ നിന്നും, പത്രങ്ങളിൽ നിന്നും, പോലീസുകാർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട മനുഷ്യരിൽ നിന്ന് കിട്ടിയത് എന്ന് ഉമേഷ് പറയുന്നു. ഒരു നിസ്സാരനായ സിവിൽ പോലീസ് ഓഫീസറെ പിരിച്ചുവിടാൻ തീരുമാനിച്ചത് ഇത്രത്തോളം വാർത്താ പ്രാധാന്യം നേടുമെന്നോ, പിരിച്ചുവിടപ്പെടുന്ന പോലീസുകാരൻ ഇത്ര ആത്മാഭിമാനത്തോടെ, സന്തോഷത്തോടെ ആ വിഷയത്തെ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്നോ തീരുമാനമെടുത്ത സംഘമോ ഒപ്പിട്ട SP-യോ ചിന്തിച്ചിട്ടോ പ്രതീക്ഷിച്ചിട്ടോ ഉണ്ടാവില്ല. പിരിച്ചുവിടപ്പെട്ടവരുടെ ശബ്ദം നമ്മൾ മുമ്പ് കോൺസ്റ്റബിൾ വിനയുടേത് മാത്രമേ കേട്ടിട്ടുള്ളൂ. എത്ര അടിച്ചമർത്തിയിട്ടും ആ ശബ്ദം ഇപ്പോഴും അവിടെ അലയടിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഉമേഷ് പറയുന്നു. ഇതിന്റെ എക്കോ മാത്രമാണ് എന്റേതായി കേൾക്കുന്ന ഈ ചെറിയ ശബ്ദങ്ങൾ. എന്നെ പിരിച്ചുവിടുന്നതോടുകൂടി ഓച്ചകൾ നിലയ്ക്കും എന്ന് കരുതുന്നവർ യഥാർത്ഥത്തിൽ വിഡ്ഢികളാണ് എന്ന ഒരു വിലയിരുത്തൽ കൂടി ഉമേഷ് നടത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മാധ്യമങ്ങളിലൂടെ പറഞ്ഞതുപോലെ നമ്മൾ മറുപടിയും നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. അഥവാ കാലഹരണപ്പെട്ട അച്ചടക്ക സംഹിതയോടുള്ള പോരാട്ടത്തിൽ പരാജയപ്പെട്ടാലും ഏറ്റവും അഭിമാനത്തോടെ, ഏറ്റവും അധികം സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഞാൻ പോലീസിന് പുറത്തു പോകുന്നത്. നമ്മളെ ഭയന്ന്, നമ്മുടെ വാക്കുകളെ ഭയന്ന് അവർക്ക് നമ്മളെ പുറത്താക്കേണ്ടി വരുന്നുണ്ട് എങ്കിൽ അത് അവരുടെ ദയനീയ പരാജയമാണ്, നമ്മുടെ എല്ലാവരുടെയും വിജയമാണെന്നും ഉമേഷ് ചൂണ്ടിക്കാട്ടുന്നു. ചെറുതായി ഒന്ന് കൺഫ്യൂഷനിലായ ആദ്യ നിമിഷങ്ങളിൽ നിന്ന് ഈ ഒരു ആത്മവിശ്വാസത്തിലേക്ക് എന്നെ എത്തിച്ച എല്ലാ മാധ്യമങ്ങളോടും സുഹൃത്തുക്കളോടും എവിടെ നിന്നൊക്കെയോ സ്നേഹം ചൊരിഞ്ഞ, ഇതുവരെ പരിചയമില്ലാത്തതും ഇനിയുള്ള കാലത്തേക്ക് കൂടെ ഉണ്ടാകേണ്ടവരുമായ എല്ലാ മനുഷ്യർക്കും സ്നേഹം. എല്ലാവരുടെയും കമന്റുകളിലേക്കും പോസ്റ്റുകളിലേക്കും എത്തിയാൽ തന്നെ ഒരു ലൈക്ക് പോലും തിരികെ തരാനും സാധിച്ചിട്ടില്ല. സോറി ഡിയേഴ്സ് എന്ന് പറയുന്നു. ഒരു വാക്കിന് ചിലപ്പോൾ 1-2 ഇൻക്രിമെന്റ് പോകാൻ സാധ്യതയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിൽ KPS IPS വേർതിരിവില്ലാതെ, റാങ്ക് വ്യത്യാസമില്ലാതെ, ഭയമില്ലാതെ സ്നേഹവും പിന്തുണയും അറിയിച്ചവരും ഒന്നും പറയാതെ സ്നേഹം മനസ്സിൽ സൂക്ഷിച്ചവരുമായ നല്ല പോലീസ് സഹപ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നുണ്ട്. അദ്ദേഹം ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: തമ്പ്രാക്കൾ തീണ്ടാപ്പാടകലെ നിർത്തിയ വിലക്കപ്പെട്ടവനെ ഒരു ഫോൺ കോൾ കൊണ്ടോ ഒരു മെസ്സേജ് കൊണ്ടോ പോലും തൊട്ട് അശുദ്ധമാകാതെ ആത്മശുദ്ധി കാത്തു സൂക്ഷിച്ച ഞങ്ങളുടെ വിശുദ്ധ സംഘടനാ ഭാരവാഹികൾക്ക് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉമേഷ് വള്ളിക്കുന്ന് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു പോരാട്ടം തന്നെയാണ്. അതായത് പുഴുക്കുത്തുകളെ, അല്ലെങ്കിൽ ഒരു ജനദ്രോഹ നയങ്ങളെ, നിയമത്തിനെതിരായ നടപടികളെ അത് ആര് ചെയ്താൽ അത് തുറന്നു കാണിക്കേണ്ടതും, അത് ജനകീയമായ സേവനം ചെയ്യണം എന്ന് പ്രതിജ്ഞയെടുക്കുന്ന വിഭാഗക്കാർ അത് ലംഘിക്കുമ്പോഴും, നിയമം കയ്യിലെടുക്കുമ്പോഴും, നിയമത്തെ അംഗീകരിക്കാതിരിക്കുമ്പോഴും അത് തുറന്നു കാട്ടേണ്ടത്, അത് ഉറക്കെ വിളിച്ചു പറയേണ്ടത് ഒരു സാധാരണ പൗരൻ എന്ന നിലയ്ക്ക് കൂടി എല്ലാവരുടെയും കടമയാണ്, ഉത്തരവാദിത്വമാണ് എന്ന കാര്യം കൂടി ഈ ഉമേഷ് വള്ളിക്കുന്നിന്റെ, ഇദ്ദേഹത്തിന്റെ ഈ പോസ്റ്റുകളിൽ നിന്നും, ഇദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്നും, ഇദ്ദേഹത്തിന്റെ പ്രവർത്തികളിൽ നിന്നും പൊതുസമൂഹം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം തൊഴിൽ, അതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടങ്ങൾ തുടരും. എന്തൊക്കെയായാലും സത്യം തുറന്നു പറയാൻ, അത് ആരായാലും, ഏത് പോസ്റ്റിൽ ഇരുന്നാലും, ഏത് ലാവണത്തിൽ ഇരുന്നാലും, പൊതുപ്രവർത്തനമാകട്ടെ, ജനകീയ പ്രവർത്തനമാകട്ടെ, ഗവൺമെന്റ് സർവീസ് ആകട്ടെ, സത്യങ്ങൾ ഉറക്കെ തുറന്നു പറയാൻ
ഉറക്കെ വിളിച്ചു പറയാൻ ഒരാൾക്ക് ധൈര്യമുണ്ടാവുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമായി നമുക്ക് കാണാൻ സാധിക്കില്ല. ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് ഉമേഷ് പള്ളിക്കുന്ന് എന്ന വ്യക്തി മുമ്പോട്ട് പോകുന്നത്.